കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഒരു കാർഡ് നമുക്ക് കിട്ടും, പലയിടത്തായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതും. അത് കിട്ടി അത് സ്ക്രാച്ച് ചെയ്യുമ്പം അതിൽ നല്ല പോയിന്റ്സ് ഉണ്ടാവും, നല്ല പണികളുണ്ടാവും. അപ്പം നമ്മുടെ ആര്യൻ അതിനകത്തുനിന്ന് കുറച്ച് കാർഡ്സ് ഒളിപ്പിച്ച് വെച്ചായിരുന്നു. പക്ഷേ അന്നത് ബിഗ് ബോസ് കണ്ടുപിടിച്ചതുമാണ്. ആര്യൻ അതിന് ഒരു തരത്തിലുള്ള പണിഷ്മെൻറ്റും കൊടുത്തില്ലെന്ന് മാത്രവുമല്ല, ആര്യന് ആ ടാസ്കിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷെ ആര്യൻ ആ ടാസ്ക് വിജയിക്കാൻ ഡിസേർവിംഗ് ആണോ? ബിഗ് ബോസ് കൊടുത്തൊരു കാര്യം ഒളിപ്പിച്ച് വെച്ചു, അത് സ്ക്രാച്ച് ചെയ്ത് നോക്കി എന്നീ തെറ്റുകൾ ചെയ്ത ആര്യനെയും നെവിനെയും ഒരു വാക്കുകൊണ്ട് പോലും തലോടി വിടാതെ ബിഗ് ബോസും ലാലേട്ടനും കൂടെ ചെയ്തത് വളരെ മോശമായിപ്പോയി. ഒരു സേർട്ടിൽ രീതിയിൽ അതങ്ങ് തലോടി വിട്ടത് അതെന്തിനായിരുന്നു അങ്ങനെ ചെയ്യുന്നത്? മറ്റൊരാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത്? ലാലേട്ടൻ അനുമോളും ആദിലയും നൂറയും കൂടെ ഒരു റൂമിൽ കയറിയിരുന്നു ബിഗ് ബോസിന് പറയുന്നത് കേൾക്കാതെ എന്നുള്ള രീതിയിൽ എന്തൊക്കെ ബഹളമായിരുന്നു അവിടെ കിടന്ന് 3 പേരുടെ അടുത്തും കാണിച്ചത്. ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്കിന് ഒരു മര്യാദ പോലും കൊടുക്കാതെ അത് ഒളിപ്പിച്ച് വെക്കുക, അത് സ്ക്രാച്ച് ചെയ്ത് നോക്കുക എന്നീ പ്രവർത്തികൾ ചെയ്ത ആര്യനോടും നെവിനോടും എന്താണ് ഒരു രണ്ട് പക്ഷം കാണിക്കുന്നത്? അത് കാണിച്ചത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് അവർക്ക് വേണ്ടതായ ശിക്ഷ അത് കൊടുത്തില്ല? എന്തുകൊണ്ട് ബിഗ് ബോസ് ആര്യന് കിട്ടിയ പോയിന്റ്സിനകത്തൊന്നും അത് കുറച്ചില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ്റെ ഒരു പോയിന്റ്സ് റദ്ദാക്കിയില്ല? ഇതൊക്കെ കാണിക്കുന്നത് ഒരു രണ്ട് പക്ഷമല്ലേ? ശരിക്കും അത് ഡിസേർവിംഗ് ആയിട്ടുള്ളത് ആര്യനായിരുന്നോ? അനീഷല്ലേ? കാരണം അനീഷല്ലേ ജെനുവിനായിട്ട് കളിച്ചത്. ആര്യനും നെവിനും അതിനകത്ത് കള്ളക്കളിയല്ലേ കളിച്ചത്. എപ്പോഴും അനുമോളെ കുറ്റം പറയുന്നുണ്ടായിരുന്നല്ലോ, അനുമോൾക്ക് ടാസ്ക് കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് അത് സ്ക്രാച്ച് ചെയ്ത് നോക്കിയ നെവിനോടൊക്കെ ഭയങ്കര സ്നേഹം, ചിരി, കളി. എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി, അതും ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട്? അതിനുശേഷം ലാലേട്ടൻ വേറൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിരുന്നു. ആദിലയും നൂറയും കൂടെ. ആദില നൂറയ്ക്ക് തൻ്റെ പോയിന്റ്സുകൾ അല്ലെങ്കിൽ ബോളുകൾ കളക്ട് ചെയ്ത ബോളുകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ലാലേട്ടൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു? നിങ്ങൾ സെപ്പറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ്, എന്തുകൊണ്ട് നിങ്ങൾ പരസ്പരം അങ്ങനെ ചെയ്യാൻ റെഡിയായി? നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് കളിക്കുന്നത് ശരിയാണോ? അങ്ങനെ കളിക്കുന്നതിൽ നിങ്ങൾ ഡിസേർവിംഗ് ആണോ അത് ജയിക്കാൻ വേണ്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാവശാസ്ത്രം ടാസ്കിൽ ആര്യന് അക്ബർ തൻ്റെ പാവകൾ കൊടുത്തിട്ടാണ് ആര്യൻ ജയിച്ചത്. അല്ലാതെ ആര്യൻ അത് ജയിക്കാൻ ഡിസേർവിംഗ് അല്ല. അനുമോളാണ് ഏറ്റവും കൂടുതൽ പാവകൾ കളക്ട് ചെയ്തത്. അനുമോൾ ടാസ്ക് കളിക്കുന്നില്ല എന്ന് പറഞ്ഞ അനുമോളാണ് സ്വന്തമായിട്ട് മറ്റൊരാളുടെയും എടുക്കാതെ കളിച്ച് ജയിച്ചത്. ആര്യൻ ജയിച്ചത് ആ അക്ബറിൻ്റെ പാവകളും കൂടെ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അതും ലാലേട്ടൻ എടുത്ത് ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്കിൽ ആര്യൻ ഡിസേർവിംഗ് അല്ല, ആര്യൻ്റെ പോയിന്റ്സ് ഫുൾ റദ്ദാക്കണമായിരുന്നു. അതേപോലെ തന്നെ പാവശാസ്ത്രം ടാസ്കിലും ബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ ആദിലയും നൂറയും ചെയ്തത് ഗ്രൂപ്പ് കളിയും അത് ഫെയർ അല്ലെങ്കിൽ പാവശാസ്ത്രം ടാസ്കിൽ നമ്മുടെ അക്ബർ ആര്യന് പാവ കൊടുത്തിട്ട് ജയിച്ചപ്പോൾ പിന്നെയും ആര്യൻ ഡിസേർവിംഗ് അല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ആര്യൻ ആ ഒരു ഗെയിമിൽ 2 ഗെയിമിലും പൊട്ടി ഡിസേർവിംഗ് അല്ലാത്ത ഒരാളായിരുന്നു. 2 ഗെയിംസിലും ഫെയർ ആയിട്ട് കളിച്ച അനീഷിനോ അനുമോൾക്കോ യാതൊരു വിധത്തിലുള്ള ഒരു ജസ്റ്റിസും കിട്ടാതെ 2 ഗെയിമിലും അൺഫെയർ ആയിട്ട് കളിച്ച ആര്യൻ അതിനെ വിന്നറാക്കി ബിഗ് ബോസ് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ഒരു